ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 111 വിമൻസ് റൈറ്റിങ്ങിലുള്ള ഒന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ ബ്ലോക്കിലുള്ള 1-2 യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ ദ ചന്ദ്രപതി രാമായണ എന്ന് പറയുന്ന യൂണിറ്റ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ചിന്തിക്കേണ്ട. എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ എന്നുള്ള ഒരു എസ്സേ ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ എന്ന് പറയുന്ന ഒരു എസ്സേ. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഇത് ചന്ദ്രപതി രാമായണം. ദ ചന്ദ്രപതി രാമായണ എന്ന് പറയുന്നത് വേറൊരു കൃതിയാണ്. രാമായണത്തെ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വിമൺ ആദ്യമായിട്ട് റിവൈറ്റ് ചെയ്യാണ്, വീണ്ടും അതിനെ എഴുതുകയാണ്. അതെങ്ങനെ എഴുതുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ രാമായണത്തിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? രാമനാണ്. പക്ഷേ ഈ ഒരു ചന്ദ്രപതി രാമായണത്തിലെ മെയിൻ ക്യാരക്ടർ സീതയാണ്. കാരണം ഈ ഒരു സീതയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ആ ഒരു രാമായണം എഴുതുന്നത്. അപ്പം കൂടുതലായിട്ടും പ്രാധാന്യം ആർക്കാ കൊടുക്കുക? സീതക്കാണല്ലോ. അപ്പോൾ സീതയുടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു രാമായണമാണ് ഇതിലൂടെ വായിക്കപ്പെടുന്നത് ചന്ദ്രപതി രാമായണ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ചന്ദ്രപതി രാമായണ അവർ മുഴുവനാക്കിയിട്ടില്ല. അതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചന്ദ്രപതി രാമായണത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ എന്ന് പറയുന്നത്. അത് എഴുതിയതാരാണ്? നവനീത ദേവ്സൺ എഴുതിയിട്ടുള്ള എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഇത് ചന്ദ്രപതി രാമായണം എഴുതിയതാരാണ്? ചന്ദ്രപതി തന്നെയാണ്. അത്രയും മനസ്സിലാക്കിയേക്കുക. ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് റിലീജിയനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ റിലീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ആദ്യകാലത്ത് എന്താണ് നമ്മുടെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവം. നമ്മൾ ഒരു എവറിഡേ ലൈഫിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആർക്കുണ്ട്? ഈ റിലീജിയൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച്, കാരണം ഒരുപാട് റിലീജിയൻസ് ഉണ്ട്, ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിയും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ദെൻ ചന്ദ്രപതി എന്ന് പറയുന്ന ഒരു റൈറ്ററെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ചന്ദ്രപതി എന്ന് പറയുന്നത് അവർ എഴുതിയിട്ടുള്ള എന്താണ്? ദ ചന്ദ്രപതി രാമായണം. അപ്പോൾ രാമായണത്തിന് അവർ സീതയുടെ വ്യൂ പോയിന്റിൽ നിന്ന് അവർ റീറൈറ്റ് ചെയ്തതാണ് ദ ചന്ദ്രപതി രാമായണം. അതിന് മെയിനായിട്ടുള്ള ക്യാരക്ടർ സീത തന്നെയാണ്. അപ്പം സീതയുടെ ഒരു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ രാമായണത്തിൽ നമ്മുടെ രാമൻ്റെ എന്താണ് ആ ഒരു യുദ്ധങ്ങളും അവരുടെ ഒരു മനോധൈര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ എല്ലാ ശക്തികളുമാണ് അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ട് വരുന്നതെങ്കിൽ, നമ്മുടെ ഈ ഒരു ചന്ദ്രപതി രാമായണത്തിലേക്ക് വരുമ്പം അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ച് നമ്മുടെ സീതയുടെ അവരുടെ ഒരു എന്താ പറയുക, ലൈഫ്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ചാലഞ്ചസ്, ഇങ്ങനത്തെ സംഭവത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുള്ള ഒരു എഴുത്താണ് ദ ചന്ദ്രപതി രാമായണം കേട്ടോ. അപ്പം അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്, ചന്ദ്രപതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവരാണ് ഫസ്റ്റ് ഒരു രാമായണത്തെ റീറൈറ്റ് എഴുതിയ വിമൺ കേട്ടോ. ദെൻ ഈസ്റ്റ് ബംഗാളിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. 1550 അവർ ജനിച്ചിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പം ഇന്നത്തെ ബംഗ്ലാദേശാണ് കേട്ടോ. പക്ഷേ അവരെന്താണ്, ജയാനന്ദൻ എന്ന് പറയുന്ന ഒരു ആളായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ അവർ ഇവളെ വഞ്ചിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് എന്താണ്, ആരെയും മാരേജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ജീവിതം എന്താണ്, ലോർഡ് ശിവയുടെ അവിടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ഈ ഒരു പുരുഷന്മാരുടെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തെ എതിർക്കുന്ന ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു എഴുത്തിനെ ആരും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന വേറെ കാര്യമാണ്, എക്സെപ്റ്റ് ഫ്രം ദ എസ്സേ എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ നറേറ്റീവ് സ്ട്രാറ്റജീസ് എംപ്ലോയിഡ് ഇൻ ദ ചന്ദ്രപതീസ് രാമായണ ബൈ നവനീത ദേവ്സൺ. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവും. കാരണം എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദ രാമ ടെയിൽ എന്ന് പറയുന്ന എഴുതിയത് ആരാണ്? നവനീത ദേവ്സൺ. അതൊരു എസ്സേ ആണ് കേട്ടോ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു ചന്ദ്രപതി രാമായണം എഴുതിയിട്ടുള്ള രാമായണത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. അത് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നീട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താ ചോദിച്ചാൽ, ആ ഒരു ചന്ദ്രപതി രാമായണത്തിൽ എന്താ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ചന്ദ്രപതി രാമായണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ പറഞ്ഞു. ഇതിൽ രാമനല്ല സീതയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൽ അതുകൊണ്ട് തന്നെ ഇതിനെ സീതായന എന്നും വിളിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേത് രാമൻ്റെ ജീവിതമാണെങ്കിൽ അതിനെ രാമായണ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് സീതയുടെ ജീവിതമാണ്. സോ നമുക്ക് ഇതിനെ സീതായന എന്നും വിളിക്കാം എന്നും പറയുന്നുണ്ട്. ഈ ഒരു കഥ എന്ന് പറയുന്നത് സീതയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ഇപ്പം അതിൽ യുദ്ധം, നമ്മുടെ രാമൻ്റെ വീര്യത, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്ത് എഴുതിയിട്ടുള്ളൊരു കൃതിയാണ് കേട്ടോ. അപ്പം ഇതിൽ കൂടുതലായിട്ടും വുമൻസിൻ്റെ ലൈഫ്, മദർഹുഡ്, മെറ്റേണിറ്റി, ദുഃഖം അല്ലെങ്കിൽ അവരുടെ ഒരു അനീതി, ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം പുരുഷാധിപത്യ സമൂഹം കാരണം ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പം അതൊരു സൈലൻസ് ടെക്സ്റ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം ആരും അംഗീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അറിയപ്പെട്ടിട്ട് പോലും അതിന് തക്കതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാത്തൊരു ടെക്സ്റ്റായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചന്ദ്രപതി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രാമായണ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആയിട്ടാണ് പറയുന്നത്. കാരണം അതിൽ രാമക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സീതക്ക് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇതിൽ സീതക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒറിജിനൽ ആയിട്ടുള്ള രാമായണത്തെ ഒരു ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ രാമായണത്തെ പുനർവായിക്കുന്ന ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇനി ഇതുവരെ പറഞ്ഞെന്താണ് നമ്മുടെ ഈ ഒരു ചന്ദ്രപതി രാമായണത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു എസ്സേയെ കുറിച്ചിട്ടാണ്. അപ്പം ഇതന്നെയാണ് ഈ എസ്സേയിലും പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്രപതി എഴുതിയിട്ടുള്ള ഒരു എഴുത്തിൻ്റെ വിശദീകരണമാണ്. അതിൽ എന്തൊക്കെയാണ് അവർ എഴുതിയത്, അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു പവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അവർ എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിനൊരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് നമ്മുടെ നവനീത ദേവസൻ വിവരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഒരു വിമൺ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് അതിനെ എങ്ങനെ, ആ ഒരു ലേഖനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു എസ്സേയിൽ അവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ആ ഒരു പുരുഷാധിപത്യ സമൂഹം ആ ഒരു എഴുത്തിനെ എത്രത്തോളം അപമാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം അതിനെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത്രയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അവരുടെ ഈ ഒരു കൃതി വായിക്കേണ്ടതിൻ്റെ എന്താണ് ആവശ്യകതയാണ് നമ്മുടെ ഈ ഒരു എസ്സേയിലൂടെ നമ്മുടെ ഈ ദേവസൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള മനസ്സിലാക്കും. കാരണം ആ ഒരു കൃതിയെക്കുറിച്ചിട്ട്, അന്ന് അറിയപ്പെടാത്ത ഒരു കൃതിയെക്കുറിച്ചിട്ടാണ് ഇവർ ഈ ഒരു എസ്സേ എഴുതുന്നതെങ്കിൽ ആ ഒരു എസ്സേ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ചന്ദ്രപതി രാമായണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു എസ്സേ ആണ് ഇവർ ഈ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതൊരു ചന്ദ്രപതി രാമായണ എന്ന് പറയുന്ന ഒരു സീതയെ മെയിൻ കഥാപാത്രമാക്കിയിട്ട് രാമായണത്തെ തന്നെ റീറൈറ്റ് ചെയ്തിട്ടുള്ള ഒരു എഴുത്താണ് ചന്ദ്രപതി രാമായണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചന്ദ്രപതി രാമായണം എഴുതിയിട്ടുള്ള ചന്ദ്രപതി എന്ന് പറയുന്ന ഈ ഒരു ഓഥർ, പക്ഷേ അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ലഭിക്കാതെ പോയിട്ടുള്ള അംഗീകാരങ്ങളും അല്ലെങ്കിൽ ലഭിക്കാതെ പോയിട്ടുള്ള ഇമ്പോർട്ടൻസും വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു അതിനെക്കുറിച്ചിട്ട് അതിനെ മഹത്വൽക്കരിച്ചിട്ടുള്ള ഒരു എസ്സേ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പഠിക്കാനുള്ള ഈ എസ്സേ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം അത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഞാൻ പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു അനാലിസിസ് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ സീതയുടെ ജീവിത കഥയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സീത എന്താണ് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് രീതി ഉപയോഗിച്ചിട്ട് ഇതിൽ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രീം സീക്വൻസ് ഒക്കെ വഴി, അഥവാ എന്താണ് സ്വപ്നത്തിലൂടെ എന്താണ് പല സംഭവങ്ങളും നടക്കുന്നതായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വികാരങ്ങൾക്കും അവരുടെ എക്സ്പീരിയൻസിനൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സ്ത്രീകളുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക മദർഹുഡ് ദുഃഖം, അവർ ഫേസ് ചെയ്യുന്ന അനീതികൾ, ഇതിനൊക്കെ മെയിൻ ഐഡിയ ആയിട്ടാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ചന്ദ്രപതി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു അതിനെയും പറയുന്നുണ്ട്. കാരണം രാമായണത്തെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എങ്ങനെ ഒരു സീതയ്ക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് രാമായണത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയെ നമുക്കതിലൂടെ കാണാൻ പറ്റും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്താണ് സീതയുടെ ജന്മം മുതൽ ഒരു മിറാക്കുലസ് ബർത്തായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഒരു ഡിവൈൻ പവറുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു ബർത്തായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ രാവണൻ ഒരു ക്രൂവലായിട്ടുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളായിട്ടും അതിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. ദെൻ നറേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കാണാം ലാസ്റ്റായിട്ട്. അതിൽ ബുക്ക് 1 അതിൽ തന്നെ ബുക്ക് വൈസ് ആയിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ബുക്ക് 1 നറേറ്ററായിട്ട് ചന്ദ്രപതിയെ തന്നെയാണ് പറയുന്നത്. ദെൻ ബുക്ക് 2 വരുമ്പം നറേറ്ററായിട്ട് സീതയുടെ ലൈഫ് സീത തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിട്ടാണ് അതിൽ നറേഷൻ വരുന്നത്. അപ്പം ഫസ്റ്റത്തെ 2 ബുക്കും വിമൻ സെൻറ്റേഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അതിൽ പറയുന്നത്. ദെൻ 3ാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പം ഒരു പുരുഷാധിപത്യ അല്ലെങ്കിൽ ശബ്ദങ്ങളൊക്കെ അതിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചന്ദ്രപതി എന്ന് പറയുന്നത് ശരിക്കും ഒരു പാട്രിയാർക്കൽ ആശയങ്ങളെ കൂടുതലായിട്ടും വിമർശിച്ചിരുന്ന ഒരാളാണെന്ന് പറയുന്നത്. പക്ഷേ വേറൊരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ബുക്ക് 3 എഴുതിയിട്ടുള്ളത് ബുക്ക് 1ഉം 2ഉം എഴുതിയിട്ടുള്ളത് ഈ ഒരു ചന്ദ്രപതിയാണെന്നും ബുക്ക് 3 ആരോ പുരുഷന്മാരാരോ ആണ് അത് എഴുതിയിട്ടുള്ളത് എന്നുള്ള രീതിയിലും കണ്ടു. ഐ എം നോട്ട് ഷുവർ. പക്ഷേ അതാണ് അവിടെ പറയുന്നത്. അതിൽ പറയുന്നത് വെച്ചാൽ കൂടുതൽ പുരുഷാധിപത്യമായിട്ടുള്ള ഒരു പാട്രിയാർക്കൽ വോയിസ് അതിൽ കടന്ന് വന്നു. അതിനെ എതിർക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന രീതിയിലായിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു എസ് എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ എന്താണ് റിലീജിയനെയും അതുപോലെ തന്നെ എന്താ പറയുക സമൂഹത്തെയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന ടൈപ്പ് ഓഫ് എഴുത്താണിത്. അപ്പം ഒരു സ്ത്രീകളുടെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ നിന്ന് അവരുടെ റിലീജിയനെയും അവരുടെ സൊസൈറ്റിയൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു എഴുത്തായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. ഇപ്പം സീത എന്ന് പറയുന്നത് എന്താണ്, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു വികാരസമ്പന്നമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു എസ്സേ ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു എസ്സേ ബേസ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രപതി രാമായണ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു കൃതിയെ, ചന്ദ്രപതി എഴുതിയിട്ടുള്ള ഒരു കൃതിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അത് മാത്രം മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.